ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. GST നിരക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപാദന മേഖലയ്ക്ക് കുറച്ചിരിക്കുന്നു എന്നതാണ് ഇന്ന് പത്രലോകം തരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. വീടിനും ഫ്ളാറ്റിനുമാണ് GST നിരക്ക് കുറച്ചത്. അത് ഗണ്യമായ രീതിയിൽ തന്നെ കുറച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിർമ്മാണ മേഖലയ്ക്ക് ഇതുവഴി ഒരു പുതിയ ഊർജം, നവമായ ഒരു ഊർജം ലഭിക്കും എന്നാണ് പ്രത്യാശിക്കപ്പെടുന്നത്. മലയാള മനോരമ അതുകൊണ്ട് തന്നെ ആ വാർത്ത ഇന്ന് ലീഡാക്കിയിരിക്കുന്നു. കാണുക, വീടിനും ഫ്ളാറ്റിനും GST കുറച്ചു. ലോട്ടറി GST മാറ്റം കേരളം തടഞ്ഞു. തീരുമാനം പുതിയ സർക്കാർ വന്ന ശേഷം. ജോമി തോമസ് ആ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ വാർത്തയായി മനോരമയിൽ ഇങ്ങനെ തരുന്നു. നിർമ്മാണം പൂർത്തിയാവാത്ത വീടുകളുടെ നികുതി കുറയ്ക്കാൻ ചരക്ക് സേവന നികുതി കൗൺസിൽ തീരുമാനം. മെട്രോ നഗരങ്ങളിൽ 60 ചതുരശ്ര മീറ്ററും, അതായത് 645.83 ചതുരശ്ര അടി, മറ്റിടങ്ങളിൽ 90 ചതുരശ്ര മീറ്ററും, അതായത് 968.75 ചതുരശ്ര അടി കാർപ്പറ്റ് ഏരിയ ഉള്ളതും പരമാവധി 45 ലക്ഷം രൂപ വരെ വിലയുള്ളതുമായ വീടുകൾക്ക് 1% നികുതി ആയിരിക്കും. നിലവിലത് 8% നികുതിയായിരുന്നു. 7% കുറയുന്നത്. മറ്റ് വീടുകൾക്ക് 5%, അത് നിലവിൽ 12% ഭിത്തികളും ബാൽക്കണിയും ഒഴിവാക്കിയാണ് കാർപ്പറ്റ് ഏരിയ കണക്കാക്കുന്നത്. അങ്ങനെ ഗൗരവതരവും സാധകവുമായ ഒരു കുറവ് ആ കാര്യത്തിൽ വന്നിരിക്കുന്നു. ഏപ്രിൽ 1 മുതലാണ് അത് പ്രാബല്യത്തിൽ വരിക. അതായത് ഈ സർക്കാരിന്റെ കാലത്തല്ല അത് പ്രധാനമായും പ്രാബല്യത്തിൽ വരുന്നത് എന്നുകൂടി ഈ വാർത്ത നമ്മോട് പറയുന്നു. കാശ്മീരിലെ അവസ്ഥ കൂടുതൽ സംഘർഷാത്മകമാവുകയാണ്. കൂടുതൽ സംഘർഷാത്മകതയിലേക്ക് കാശ്മീരിന്റെ യുദ്ധരാഷ്ട്രീയം നീങ്ങുന്നു. ആ വാർത്ത എല്ലാ പത്രങ്ങളും നമുക്ക് തരുന്നുണ്ട്. കാശ്മീരിൽ ഇപ്പോൾ എത്ര സൈനികരുണ്ട്? കഴിഞ്ഞ ദിവസം വിമാനയാത്രയിൽ സൗജന്യങ്ങൾ അനുവദിച്ച വാർത്ത നമുക്ക് ലഭിച്ചപ്പോൾ സർക്കാർ തന്നെ അംഗീകരിച്ചു 8 ലക്ഷം സൈനിക, അർദ്ധ സൈനിക വിഭാഗങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്യും കാശ്മീരിൽ എന്ന് പറയുന്നത് വഴി. അത്രയും സൈനികരുടെയോ അർദ്ധ സൈനികരുടെയോ സാന്നിധ്യം ആ സംസ്ഥാനത്തുണ്ട്. കാശ്മീർ ജനത, അവരുടെ അംഗബലം ആകെ 1.25 കോടിയാണ്. അതായത് കേരളത്തിന്റെ 1/3 മാത്രം ജനസംഖ്യയാണ് കാശ്മീരിൽ ഉള്ളത്. 1.25 കോടി ജനത അധിവസിക്കുന്ന കാശ്മീരിൽ 8 ലക്ഷം സൈനിക, അർദ്ധ സൈനിക വിഭാഗങ്ങളാണ് തമ്പടിച്ചിരിക്കുന്നത്. ലോകത്ത് ഇത്രമാത്രം സൈനിക സാന്ദ്രത ഉള്ള മറ്റേതെങ്കിലും പ്രദേശമുണ്ടോ എന്ന കാര്യം സംശയാസ്പദമാണ്. ഇനി ഈ വാർത്തയിലേക്ക് നമുക്ക് വരേണ്ടി വരുന്നത്, ഈ 8 ലക്ഷത്തിന്റെ സൈനിക സാന്നിധ്യം കൊണ്ടും നമുക്ക് പോരാതെ വരുന്നു. അതുകൊണ്ട് 100 കമ്പനി പട്ടാളം കൂടി അങ്ങോട്ടേക്ക് പോകുന്നു. അതായത് 12,000 സൈനികർ കൂടി അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ 8,12,000 പേർ ആണ് ഇപ്പോൾ അവിടെ എത്തി നിൽക്കുന്നത്. സൈന്യബലം കൂട്ടുക മാത്രമല്ല, അതിർത്തികളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ഒരു യുദ്ധത്തിന് മുമ്പുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കുന്നു സർക്കാർ എന്ന് വേണം അനുമാനിക്കാൻ. സിറാജ് എന്ന പത്രം ആ വാർത്ത ലീഡ് വാർത്തയാക്കുന്നു. കാശ്മീരിൽ വൻ സന്നാഹം. ഇന്നലെ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടി അവിടെ കൊല്ലപ്പെട്ട വാർത്തയും പത്രലോകം ഇന്ന് നമുക്ക് തരുന്നു. വാർത്തയുടെ വിശദാംശം കാണുക. കാശ്മീർ അതിർത്തിയിൽ ഭീകരർക്കെതിരെ സൈനിക പ്രത്യാക്രമണത്തിന് വൻ സന്നാഹം. കൂടുതൽ സൈന്യം എത്തുന്നതോടെ ഭീകരവേട്ട ശക്തമാകുമെന്ന് സൂചനയുണ്ട്. സംഘർഷം കണക്കിലെടുത്ത് അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങി. കാശ്മീരിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് റിപ്പോർട്ട്. വിവിധ സൈനിക വിഭാഗങ്ങളിൽ നിന്ന് 10,000 പേരെയാണ് ഇന്നലെയോടെ സംസ്ഥാനത്ത് പുതിയതായി എത്തിച്ചിരിക്കുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുമ്പോൾ, പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന കാശ്മീരുമായി ബന്ധിപ്പിച്ച് നടത്തിയിരുന്നു. അവിടെ നിൽക്കുന്ന സൈനികർ ഭീകരർക്ക് മാത്രമാണ് എതിരായി പ്രവർത്തിക്കുന്നത്,
അല്ലാതെ സാധാരണ കാശ്മീരികൾക്കെതിരെയല്ല സൈന്യം പ്രവർത്തിക്കുന്നത് എന്ന് മോദി പറയുമ്പോൾ സാധാരണഗതിയിൽ നാം ഓർത്തുപോകും. 8,12,000 സൈനികർ അവിടെ നിൽക്കുന്നത് എത്ര ഭീകരരെ പിടിക്കാനാണ്? അവിടെ എത്ര ഭീകരരാണ് തമ്പടിച്ചിട്ടുള്ളത്? അത് നമുക്കറിയുകയേയില്ല. അപ്പോൾ ഈ പറച്ചിലിന് വലിയ അർത്ഥമില്ല. കൊല്ലപ്പെടുന്നത് എപ്പോഴും സാധാരണക്കാരാണ് എന്ന യാഥാർത്ഥ്യവും നമുക്ക് അറിയാവുന്നത് കൊണ്ട് ആ വർത്തമാനം പറച്ചിലിന് വലിയ ഒരർത്ഥമൊന്നും കൽപ്പിക്കാൻ കഴിയാതെ പോകുന്നു. വിമാനയാത്ര, സൗജന്യ വിമാനയാത്ര ദില്ലിയിൽ നിന്ന് കാശ്മീരിലേക്ക് അനുവദിച്ച സർക്കാർ മറ്റൊരു വലിയ വർധനവ് കൂടി, അല്ലെങ്കിൽ ശമ്പള വർധനവ് കൂടി CRPF ജവാന്മാർക്ക് നൽകിയിരിക്കുന്നു. അവരാണ് 40ഓളം പേർ പിടഞ്ഞു വീണു മരിച്ചത്. ജന്മഭൂമി ആ വാർത്ത 1-ാം പേജിൽ തരുന്നു. CRPF ജവാന്മാരുടെ റിസ്ക് അലവൻസ് കുത്തനെ കൂട്ടി. യുദ്ധമേഖലയിൽ ജവാന്മാർ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതികൂലമായ പ്രകൃതി സാഹചര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന ഒരു കാര്യമാണ് റിസ്ക് അലവൻസ്. ആ റിസ്ക് അലവൻസ് കൂട്ടിയിരിക്കുന്നു. ചെറിയ കൂട്ടലൊന്നുമല്ല, വലിയ നിലവാരത്തിലുള്ള കൂട്ടലാണ് കാണുക. ജമ്മു കാശ്മീർ പോലുള്ള സംഘർഷ മേഖലകളിൽ പ്രവർത്തിക്കുന്ന CRPF ജവാന്മാരുടെ റിസ്ക് അലവൻസ് കുത്തനെ കൂട്ടി. ഇൻസ്പെക്ടർ റാങ്ക് വരെയുള്ളവർക്ക് 9,700 രൂപയിൽ നിന്ന് 17,300 രൂപയിലേക്കും, അതിനു മുകളിലുള്ള ഓഫീസർമാർക്ക് 16,900 നിന്നും 25,000 രൂപയിലേക്കുമാണ് കൂട്ടിയത്. അത് ചെറിയൊരു കൂട്ടലയല്ല, ഗൗരവതരമായൊരു വർധനമാണ്. സാധാരണ പോലീസുകാർക്കോ അർദ്ധസൈനിക വിഭാഗങ്ങൾക്കോ അത് കിട്ടുന്നത് നല്ലതാണ്. അവരുടെ വീടുകളിൽ എത്തുന്ന പണത്തിൻ്റെ അളവ് കൂടുന്നു എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഇതാരാണ് നൽകേണ്ടത്? അതും അടുത്ത സർക്കാരാണ്. അടുത്ത സർക്കാർ ഈ സർക്കാരിൻ്റെ ഒരു തുടർച്ചയാണ് എന്ന് ആരും ഇപ്പോൾ കരുതുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇനി വരുന്ന സർക്കാരിനിട്ട് ഒരു നല്ല പണി കൊടുത്ത ഒരു ആശ്വാസവും കിട്ടും മോദി സർക്കാരിന്. അങ്ങനെയാണ് സർക്കാരുകൾ പലപ്പോഴും ചെയ്യുന്നത് എന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. കാശ്മീരിലെ അവസ്ഥ ഏകദേശം പൂർണ്ണമായും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പത്രം ഇന്ന് സുപ്രഭാതമാണ്. സുപ്രഭാതം എന്ന പത്രം അത് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പത്രമാണ്. ആ പത്രം ലീഡ് വാർത്തയിലൂടെ തരുന്നത് കാണുക, മുൾമുനയിലാണ് കാശ്മീർ നിൽക്കുന്നത്. 35A വകുപ്പ് ആ കേസ് ഈ ആഴ്ച പരിഗണിക്കും. എന്താണ് ആ കേസ്? കാശ്മീരുകാരല്ലാത്ത ആർക്കും അവിടെ ഭൂമി വാങ്ങാൻ കഴിയില്ല. ശേഷം ഇന്ത്യക്കാർ ആരവിടെ ചെന്നാലും ഭൂമി വാങ്ങാൻ കഴിയില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരുന്ന സാഹചര്യത്തിൽ അന്ന് കാശ്മീരിന് കൊടുത്ത ഒരു ഉറപ്പാണ്. അതിൻ്റെ സാങ്കത്യം ഇപ്പോൾ സുപ്രീം കോടതി പരിശോധിക്കുന്നുണ്ട്. അത് ഈ ആഴ്ച കേസ് പരിഗണിക്കും. ഭക്ഷ്യവസ്തുക്കളും മരുന്നും ഇന്ധനവും സംഭരിക്കാൻ കാശ്മീർ ഭരണകൂടം നിർദ്ദേശം നൽകി. എല്ലാവരും ഭക്ഷണവും മരുന്നും ഇന്ധനവും ഒക്കെ സംഭരിക്കുക എന്ന കാര്യം പറയുമ്പം എന്തോ ഗൗരവതരമായ സന്നാഹത്തിലേക്ക് നീങ്ങുന്നു ഭരണകൂടം എന്ന് വേണമല്ലോ കരുതാൻ. ഗവർണറാണ് ഭരിക്കുന്നത് അവിടെ, അല്ലാതെ ജനകീയ ഭരണം ഒന്നുമല്ല. ആ സാഹചര്യത്തിൽ ഭക്ഷണ വസ്തുവും മരുന്നും ഇന്ധനവും ഒക്കെ പരമാവധി സംഭരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഭരണകൂടം നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ആ സചിത്ര വാർത്ത ഇങ്ങനെ പറയുന്നു: കാശ്മീരിൽ തദ്ദേശവാസികൾക്ക് മാത്രം ഭൂമി വാങ്ങാൻ അനുമതി നൽകുന്ന ഭരണഘടനയിലെ 35A വകുപ്പ് നീക്കം ചെയ്യണമെന്ന ഹർജി സുപ്രീം കോടതി ഈ ആഴ്ച പരിഗണിക്കാനിരിക്കെ കാശ്മീരിൽ അതീവ ജാഗ്രത. ആവശ്യത്തിന് മരുന്നും ഭക്ഷ്യവസ്തുക്കളും സംഭരിച്ചു വെക്കാൻ ജമ്മു കാശ്മീർ ഭരണകൂടം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. ഇന്ധനം സംഭരിക്കാനും നിർദ്ദേശമുണ്ട്. ഈ ഹർജി ഇവിടെ വരുമ്പോൾ നിയമപരമായി കാശ്മീർ ഇന്ത്യൻ യൂണിയനിലായിരിക്കുന്നത് കൊണ്ട് ഇന്ത്യയിലെ ഇതര വിഭാഗങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്കുള്ള അവകാശവും അധികാരവും തന്നെയാണ് കാശ്മീർ ജനതയ്ക്കും കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ പ്രത്യേക വകുപ്പുണ്ടല്ലോ 35A, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയേണ്ടി വരും. പക്ഷേ അത് നിയമപരമായി നോക്കുമ്പോൾ, രാഷ്ട്രീയമായി നോക്കുമ്പോൾ കാശ്മീർ ജനതയ്ക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക ആ പരിഗണന സ്വാതന്ത്ര്യ അനന്തര കാലഘട്ടത്തിൽ നൽകിയ സർക്കാർ നൽകിയ ഒരു ഉറപ്പാണ്. അത് എങ്ങനെയാണ് കോടതി കാണുക എന്ന് നമുക്കറിയില്ല.
പക്ഷെ അത്ര എളുപ്പമല്ല അതൊന്നും നടപ്പാക്കിയെടുക്കാൻ എന്ന യാഥാർത്ഥ്യം കോടതികൾക്കും അംഗീകരിക്കേണ്ടി വരും. കേരളത്തിലടക്കം വിവിധ ഭാഗങ്ങളിൽ തീ പടരുന്ന ഒരു പ്രവണത ഈയിടെയായി കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് പടരുന്നത് എന്നതിനെ സംബന്ധിച്ച് അത് അട്ടിമറിയാണോ എന്ന കാര്യത്തിൽ സംശയവുമുണ്ട്. വിവിധ ഭാഗങ്ങളിൽ പടരുന്ന തീയെ സംബന്ധിച്ച വാർത്ത ഇന്ന് വിവിധ പത്രങ്ങൾ തന്നിട്ടുണ്ട്. അത് ചേർത്ത് വെച്ച് നമുക്ക് ഇന്ത്യയിൽ തീ ആളുന്നുവോ ഈ വേനൽക്കാലത്ത്, നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. കാട്ടുതീ പടരുന്നു എന്ന ശീർഷകത്തിൽ പടരുന്ന കാട്ടുതീയുടെ ചിത്രമടക്കമാണ് മാതൃഭൂമി ആ എല്ലാ വാർത്തകളും സമാഹരിക്കുന്നത്. ബന്ദിപ്പൂരിൽ കത്തിയത് 1000 ഏക്കർ വനമൃഗങ്ങൾ കാടിറങ്ങാൻ സാധ്യത, വാഹനങ്ങൾക്ക് വിലക്ക്. ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. നിലവിൽ 8 കിലോമീറ്ററോളം ഉൾവനത്തിലേക്ക് തീ വ്യാപിച്ചിട്ടുണ്ട്. 5 ദിവസമായിട്ടും തീ നിയന്ത്രണ വിധേയമാകാത്തതിൽ ആശങ്കയിലാണ് വനം വകുപ്പ് എന്ന് മൈസൂരിൽ നിന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുമ്പോൾ, എടവണ്ണയിൽ തീ അണയ്ക്കാനായത് 24 മണിക്കൂറിന് ശേഷം എന്ന വാർത്തയും, പുല്ലിന് തീപിടിച്ച് കൊച്ചിയിൽ 3 വാഹനങ്ങൾ കത്തി എന്ന വാർത്തയും ഒക്കെ മനോരമ ആ പേരിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ബ്രഹ്മപുരത്തെ തീ അണഞ്ഞു. ആ തീ യഥാർത്ഥത്തിൽ അട്ടിമറിത്തിയാണോ? ആ സംശയം ജനിപ്പിക്കുന്നു. ആ സംശയം മുന്നോട്ട് വയ്ക്കുന്നു വീക്ഷണം എന്ന പത്രം അതിന്റെ 1-ാം പുറം വാർത്തയിലൂടെ. ബ്രഹ്മപുരത്തെ തീയണച്ചു, പിന്നിൽ അട്ടിമറിയെന്ന് സൂചന. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീയണച്ചു. പുക നിയന്ത്രണ വിധേയമായി അഗ്നിശമന സേനയുടെ വിവിധ യൂണിറ്റുകൾ 3 ദിവസം അക്ഷീണ പരിശ്രമം നടത്തിയാണ് തീ കെടുത്തിയത്. ഈ 3 ദിവസവും കൊച്ചിയിലെ ആളുകൾക്ക്, സമീപ പ്രദേശങ്ങളിലെ ആളുകൾക്ക് ശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. കുറെ ആൾക്കാർ ആശുപത്രിയിലാവുകയും ചെയ്തു. ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ നിന്നാണ് തീ വന്നത്. ആരാണ് തീയിട്ടത്? മാലിന്യം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന സർക്കാർ ഘടകങ്ങളുണ്ട്. ആ വിഭാഗങ്ങളാണോ തീയിട്ടത് എന്ന വലിയ സംശയം ഇപ്പോഴും അവശേഷിക്കുന്നു. മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയ പ്രശ്നമായി ആ തീ നമ്മൾ വീക്ഷിക്കേണ്ടി വരും. ചെന്നൈയിലും തീപിടുത്തം, 184 കാറുകൾ കത്തിയെരിഞ്ഞു. ആ വാർത്ത മാതൃഭൂമി 1-ാം പേജിൽ നമുക്ക് തരുന്നു. ചെന്നൈയിൽ 184 കാറുകൾ കത്തി നശിച്ചു. നഗരത്തിൽ പോരൂർ SRMC കോളേജിന് സമീപം നിർത്തിയിട്ടിരുന്ന 184 കാറുകൾ ഞായറാഴ്ച തീപിടുത്തത്തിൽ നശിച്ചു. സമീപത്തെ മാലിന്യത്തിൽ നിന്ന് തീ കാറിലേക്ക് പടർന്നു പിടിച്ചതാണ് കാരണം. കോൾ ടാക്സി കമ്പനിയുടെ കാറുകളാണ് കത്തിയത്. 3 മണിക്കൂറോളം ശ്രമിച്ചാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ തീയണച്ചത്. ഓടാത്ത ഈ കാറുകൾ 1 വർഷമായി അവിടെ കിടക്കുകയായിരുന്നു എന്നും വാർത്തയുണ്ട്. അത് തീപിടുത്തത്തിന്റെ യാഥാർത്ഥ്യത്തെ കൂടുതൽ ദുരൂഹമാക്കുകയും ചെയ്യുന്നുമുണ്ട്. ഇന്ന് കേരള കൗമുദി അതിൻ്റെ 1-ാം പുറത്ത് ഒരു നല്ല വാർത്തയാണ് നമുക്ക് തരുന്നത്. മറ്റു പത്രങ്ങൾ ആ നല്ല വാർത്ത റിപ്പോർട്ട് ചെയ്ത് കാണുന്നില്ല. എംപാനൽഡ് ജീവനക്കാരെ നിരാധാരമാക്കിയ ഒരു തീരുമാനം ഹൈക്കോടതിയിലൂടെ വരികയും ട്രാൻസ്പോർട്ട് വകുപ്പ് അത് കണ്ടില്ലെന്ന് നടിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ കാണുക, കേരള കൗമുദി തരുന്നു, കണ്ണീർ പ്രാർത്ഥനയിൽ അലിഞ്ഞ സർക്കാർ 1700 എംപാനലുകാർക്ക് വഴി തെളിയുന്നു. 1700 10 വർഷം തികച്ച എംപാനൽഡ് തൊഴിലാളികളെ തിരിച്ചെടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. ഒരു നല്ല കാര്യം. വാർത്ത ഇപ്രകാരമാണ് കോവളം സതീഷ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. 10 വർഷത്തിലേറെ സർവീസുള്ള എംപാനൽ കണ്ടക്ടർമാരെ തിരിച്ചെടുക്കാൻ നിയമപരമായി എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഗതാഗത വകുപ്പ് നിയമവകുപ്പിന്റെ ഉപദേശം തേടി. കോടതി ഉത്തരവിനെ തുടർന്ന് KSRTC ഒഴിവാക്കിയ 3861 എംപാനൽഡ് കണ്ടക്ടർമാരിൽ 1700 പേർ 10 വർഷം പിന്നിട്ടവരാണ്. ഇവരെ എടുക്കാൻ കഴിയുമോ എന്ന്, അതിന് നിയമപരമായി തടസ്സമുണ്ടോ എന്ന് സർക്കാർ അന്വേഷിക്കുന്നു. അങ്ങനെ വന്നാൽ 3861 1700 പോകെ പിന്നെയും 2161 പേർ അവശേഷിക്കുന്നുണ്ട്. അവർക്കും ഈ ആശ്വാസം നൽകാൻ സർക്കാരിന് കഴിഞ്ഞേക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്ന് കേരള കൗമുദി 1-ാം പേജിൽ ഓസ്കാർ അവാർഡുകളുടെ പ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ 6:30 മുതൽ തത്സമയം ഹോളിവുഡ് സിനിമയുടെ ഉത്സവമായ ഓസ്കാർ അവാർഡ് പ്രഖ്യാപനം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 6:30 ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്ററിൽ ആരംഭിക്കും എന്ന് പറയുന്നു. ആ വാർത്ത നാളെ നമുക്ക് അച്ചടി മാധ്യമങ്ങളിലൂടെ ലഭിക്കുകയും ചെയ്യും.
പെരിയ കൊലപാതകത്തിൽ CBIയുടെ അന്വേഷണം വേണം. കോൺഗ്രസിന്റെ നിലപാട് അതാണ്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളിൽ വിശ്വാസയോഗ്യമായി അതിനൊത്തൊന്നുമില്ല. അതുകൊണ്ട് ആവർത്തിച്ച് കോൺഗ്രസ് ആവശ്യപ്പെട്ടുവെങ്കിലും ആവശ്യപ്പെടുക മാത്രമല്ല, അത് ഉന്നയിച്ചുകൊണ്ട് ധാരാളം കൊള്ളിവയ്പ്പുകൾ വരെ കോൺഗ്രസ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതേ സംബന്ധിച്ച് വലിയ അധിക്ഷേപങ്ങൾക്ക് കോൺഗ്രസ് പാത്രീഭൂതമാവുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഒടുവിൽ കോടതിയിലേക്ക് ആ കേസ് പോകുന്നു. കോടതിയിലേക്ക് പോയാൽ അത്ര എളുപ്പം സാധ്യമാകുന്ന കാര്യമല്ല എന്നറിയാവുന്നത് കൊണ്ട് പരമാവധി അക്രമം നടത്തിയ ശേഷമാണ് കോൺഗ്രസുകാർ കോടതിയിലേക്ക് പോകുന്നത്. കോൺഗ്രസ് കോടതിയിലേക്ക് ദീപിക വാർത്ത തരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. ദീപിക വാർത്ത ഇപ്രകാരം: പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPM സംഘം മൃഗീയമായി കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കോടതിയെ സമീപിക്കുമെന്ന് KPCC പ്രചാരണ വിഭാഗം അധ്യക്ഷൻ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു. മുരളീധരൻ ഒരു തിയറി കൂടി ഉണ്ടാക്കിയതിനിടയിൽ കോൺഗ്രസ് സാധാരണഗതിയിൽ അഹിംസയുടെ പാർട്ടിയാണ്. പക്ഷെ ചില ഘട്ടങ്ങളിൽ അവർ ഹിംസയുടെ പാർട്ടിയാകും. കാരണം സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ, അദ്ദേഹം ഹിംസ അംഗീകരിച്ചിരുന്നല്ലോ. അതുകൊണ്ട് ഹിംസയുടെ ഘട്ടങ്ങളിൽ അവരുടെ നേതാവ് സുഭാഷ് ചന്ദ്രബോസും അഹിംസയുടെ ഘട്ടങ്ങളിൽ അവരുടെ നേതാവ് ഗാന്ധിജിയും ആയിരിക്കും. കണ്ടുപിടിച്ചത് നമ്മുടെ K. മുരളീധരനാണ്. വലിയൊരു സംഭാവന തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഈ കണ്ടുപിടുത്തത്തിലൂടെ. മംഗളം എന്ന പത്രം ഇന്ന് 1-ാം പേജിൽ തരുന്ന വാർത്ത, ഒരു കേന്ദ്ര പദ്ധതിയെ ചുറ്റിപ്പറ്റി 2 ഉദ്ഘാടനങ്ങൾ കേരളത്തിൽ നടന്നു. സംസ്ഥാനത്ത് ഉദ്ഘാടന മത്സരം എന്ന ശീർഷകത്തിൽ ആ വാർത്ത G. അരുൺ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ആ വാർത്ത ഇപ്രകാരമാണ്: കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൃഷിമന്ത്രി VS സുനിൽകുമാർ കോട്ടയത്ത് നിർവഹിച്ചു. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ വക സമാന്തര ഉദ്ഘാടനവും ഉണ്ടായി. എന്താണ് ഈ നിധി? അത് വളരെ എളുപ്പമാണ്. 6000 രൂപ ഒരു വർഷം കൃഷിക്കാർക്ക് കൊടുക്കും. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 60,000 കൃഷിക്കാരാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോഴൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്മുടെ പ്രധാനമന്ത്രി. പക്ഷേ ഒടുവിൽ സീറ്റൊഴിഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ ഈ കഴിഞ്ഞ മാസം ജനുവരി 1-ാം തീയതി അവതരിപ്പിച്ച ബജറ്റ് ഉണ്ടല്ലോ, ബജറ്റല്ല അത് വോട്ട് ഓൺ അക്കൗണ്ടുമല്ല, മറിച്ച് ഒരു ഇടക്കാല ബജറ്റ് എന്നൊക്കെ പറയാവുന്ന ബജറ്റ്, അതിൽ 6000 രൂപ ഒരു പ്രതിപക്ഷം അങ്ങ് പ്രഖ്യാപിച്ചു. 6000 രൂപ പ്രഖ്യാപിക്കുന്നത് പോകുന്ന സമയത്താണെന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ മാസം 500 രൂപ. അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരു ദിവസത്തെ കണക്കാക്കി എത്ര രൂപയാകുമെന്ന് നിങ്ങൾ നോക്കുക. മാസം 500 രൂപ എന്ന് പറയുമ്പോൾ ഒരു ദിവസം 30 രൂപയോ മറ്റോ, ഏതായാലും അതുകൊണ്ടൊന്നും ആർക്കും ജീവിക്കാനും കഴിയില്ല. അങ്ങനെ 6000 രൂപ ഒരു വർഷം കൊടുക്കുമെന്ന് പറഞ്ഞു. 4 മാസത്തെ ഉടനെ കൊടുത്തു. സാധാരണഗതിയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷമാണ് അവതരണത്തിലെ ആനുകൂല്യങ്ങൾ ലഭിക്കുക എങ്കിൽ ജനുവരിയിൽ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിൽ ഡിസംബർ മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെയാണ് ഇത് വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച് കൊടുക്കാത്തതാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കണ്ണടയ്ക്കുന്ന അവസ്ഥയാണല്ലോ ഇന്നുള്ളത്. അത് വേറൊരു കാര്യം. ഏതായാലും 4 മാസത്തെ അതിൻ്റെ അരിയേഴ്സ് 2018 ഡിസംബർ മുതൽ മാർച്ച് വരെ 4 മാസത്തുള്ള അരിവേഴ്സ് കൊടുക്കുന്നു. അത് 2000 രൂപ വരും. 4 മാസത്തേക്ക് 500 രൂപ വെച്ച് 2000 രൂപ. അത് വിതരണം ചെയ്യുന്നത് ഗോരഖ്പൂരിലായിരുന്നു. ഗോരഖ്പൂർ തോറ്റുപോയ മണ്ഡലമാണ് BJP. അത് കൊടുത്തുകൊണ്ട് അദ്ദേഹം അത് പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. പ്രധാനമന്ത്രി ഇന്നലെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സംസ്ഥാന ഗവൺമെന്റും ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന മന്ത്രി VS സുനിൽകുമാറാണ് കോട്ടയത്ത് ഉദ്ഘാടനം നിർവഹിച്ചത്. അതേ സമയത്തിന് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ഒരു മീറ്റിംഗ് ഇതിന്റെ ഭാഗമായി അൽഫോൺസ് കണ്ണന്താനം വിളിച്ചു ചേർത്തു. ഒരു സമാന്തര യോഗം. അങ്ങനെ കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ അൽഫോൺസ് കണ്ണന്താനം കൈമലർത്തി. എങ്ങനെയാണ് കൈമലർത്തിയത്? അദ്ദേഹം പറഞ്ഞു, പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എന്ന റേഡിയോ പ്രഭാഷണം അത് കേൾക്കാൻ കുറെ ആൾക്കാരെ വിളിച്ചിരുത്തുകയായിരുന്നു. കേന്ദ്രമന്ത്രിയുടെ പണി നോക്കണേ. കുറെ കൃഷിക്കാരെ വിളിച്ചിരുത്തി. കൃഷിക്കാരെ മാത്രമേ വിളിച്ചുള്ളൂ. ആ മൻ കി ബാത്തിൽ പറഞ്ഞത് സൈനികരുടെ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ സൈനികരെയാണ് വിളിച്ചിരുത്തേണ്ടത്. അങ്ങനെ വീണിടത്ത് കിടന്ന് ഉരുണ്ടു ഈ വിദ്വാൻ. അങ്ങനെയാണ് ആ കാര്യങ്ങൾ നീങ്ങിയത്. ഗോരഖ്പൂരിൽ നമ്മുടെ പ്രധാനമന്ത്രി നേരെ കുംഭമേള നടക്കുന്ന പ്രയാഗിലേക്കാണ് പോയത്. കോടിക്കണക്കിന് ആൾക്കാർ എത്തുന്ന ഒരു സ്ഥലമാണ്. അടുത്ത കുംഭമേളയുമാണ്. അത് അവിടെ കുംഭമേളയുടെ സമയത്ത് അദ്ദേഹം കുളിക്കുകയും ചെയ്തു. ആദ്യമായിരിക്കണം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുംഭമേള സമയത്ത് അവിടെ പോയി കുളിച്ച്
അങ്ങനെ ഹിന്ദുക്കളുടെ വികാരത്തിനൊപ്പം നിന്ന് അങ്ങനെ ഒരു പ്രതിബദ്ധത കാണിച്ചത് എന്ന് വിചാരിക്കണം. അത്ഭുതകരമെന്ന് പറയട്ടെ, ഇന്ന് പത്രങ്ങൾ നോക്കിയാൽ ഒരു കാര്യം കാണാൻ കഴിയും. കുളിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അവിടുത്തെ ശുചീകരണ തൊഴിലാളികളുടെ കാൽ കഴുകി. എന്തിനാണ് ഇയാൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കരുതാരും. കാരണം ഫാൻസി ഡ്രസ്സിന്റെ ആശാനാണ് നമ്മുടെ നരേന്ദ്രമോദി. എന്തും ചെയ്തു കളയും, എന്ത് ചെയ്യും എന്ന് ചോദിക്കാനാവില്ല. ആരാണ് ഇങ്ങനെ കാല് കഴുകുക എന്നൊരു ചടങ്ങുണ്ടാക്കിയത്? നമുക്കറിയാം, പോപ്പ് മുതൽ ഇങ്ങോട്ട് കാല് കഴുകുന്ന ഒരു ചടങ്ങുണ്ട്. ഓശാന പെരുന്നാളിനോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഏതായാലും അത്തരം കാൽ കഴുകൽ പരിപാടിയൊന്നും പ്രധാനമന്ത്രിമാർക്കുള്ളതായിരുന്നില്ല. അതും കൂട്ടിച്ചേർത്തു. എങ്ങനെയെങ്കിലും 10 വോട്ട് കിട്ടുകയാണെങ്കിൽ കാല് പിടിക്കാം, ആ സമയത്ത് മാത്രം. അങ്ങനെയൊക്കെയുള്ള പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് വേണം കരുതാൻ. ഇന്ന് മാധ്യമം എന്ന പത്രം അതിൻ്റെ ലീഡ് വാർത്തയായി തരുന്നത് 2.5 ലക്ഷം പഞ്ചായത്തുകളിലെ ഇന്റർനെറ്റ് സേവനം സ്വകാര്യ മേഖലയിലേക്ക് നൽകിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ട്രായ് നിർദ്ദേശത്തിന് ടെലികോം മിഷൻ തത്വത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ 1-ാം പേജിൽ മാധ്യമം തരുന്ന മറ്റൊരു വാർത്ത, ഉദ്യോഗസ്ഥരുടെ വിദേശയാത്ര പ്രതിവർഷം 4 തവണ മതി, അതിന്റെ റിപ്പോർട്ടും നൽകണം. ആ നിലയ്ക്കാണ് ആ വാർത്തകൾ വരുന്നത്. അരുണാചലിൽ കലാപം എന്ന ശീർഷകത്തിൽ ദേശാഭിമാനി നമുക്ക് തരുന്ന ഒരു വാർത്തയുണ്ട്. ഉപമുഖ്യമന്ത്രിയുടെ വീടിന് തീയിട്ടു. സംസ്ഥാനത്ത് പുറത്തു നിന്നുള്ള 6 ഗോത്ര ഇതര വിഭാഗങ്ങൾക്ക് സ്ഥിരതാമസ രേഖ നൽകുന്നതിൽ പ്രതിഷേധിച്ച് പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭം അരുണാചൽ പ്രദേശിൽ നിയന്ത്രണാതീതമായിരിക്കുന്നു എന്നും നമുക്ക് വാർത്ത ലഭിക്കുന്നു. ഒരു യുവ സംവിധായിക നയന സൂര്യൻ മരിച്ച നിലയിൽ കാണപ്പെട്ട വാർത്ത ഇന്ന് മാതൃഭൂമി ഉൾപേജിൽ തരുന്നു. ക്യാമറയ്ക്ക് പിന്നിൽ കരുത്താർന്ന സ്ത്രീ സാന്നിധ്യം അറിയിച്ച യുവ സംവിധായിക നയന സൂര്യൻ ഞായറാഴ്ച തിരുവനന്തപുരത്തെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രമേഹ രോഗിയായിരുന്നു അവർ. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ മരണകാര്യം വ്യക്തമായി അറിയാൻ കഴിയൂ എന്നും ഈ വാർത്ത പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. തിരുവനന്തപുരം ശംഖുമുഖത്ത് ഒരു ബീച്ച് കാർണിവൽ നടന്നു വരികയാണ്. അവിടെ ആട്ടവും പാട്ടും സംഗീതവും എല്ലാം, നാടകവും എല്ലാം ഇതിലുണ്ട്. ഈ ചിത്രം കാണുക. ഇത് കാർണിവലിന്റെ ഭാഗമായി വർണ്ണ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ശംഖുമുഖം തീരത്തിന്റെ ദൃശ്യമാണ്. ഈ ദൃശ്യം ഇന്നലത്തെ മാതൃഭൂമി ഉൾപേജിൽ തന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.